കണ്ണൻ തന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിനായി ഏറെ നാളായി കാത്തിരുന്നു. നഗരത്തിലെ തിരക്കിൽ നിന്നും മാറി ശാന്തമായൊരു ഗ്രാമത്തിലേക്ക് മാറി താമസിക്കാൻ അവൻ തീരുമാനിച്ചു. അല്പം പഴക്കമുള്ള ഒരു വീട്ടായിരുന്നു അത്. ഗ്രാമവാസികൾ അതിനെ മരക്കോട്ടാരമെന്ന് വിളിച്ചു. കാരണം അതിന്റെ ചുറ്റുമുള്ള വലിയ മരങ്ങളും വീട്ടിന്റെ പഴയ രൂപവും അതിനൊരു കോട്ടയുടെ ഭാവം തന്നിരുന്നു. ആ വീട്ടിനെക്കുറിച്ച് ഗ്രാമത്തിൽ പല കഥകളും പ്രചരിച്ചിരുന്നു. എന്നാൽ കണ്ണൻ അതൊന്നും വിശ്വസിച്ചില്ല. ഭൂതം പ്രേതമെന്നൊന്നുമില്ല എന്നവൻ ഉറച്ചു പറഞ്ഞു. ആദ്യ രാത്രിയിൽ തന്നെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് അവനെ തഴുകി. എല്ലാ ജനലുകളും അടച്ചിരുന്നെങ്കിലും ആ കാറ്റ് എവിടെ നിന്നാണെന്ന് അവന് മനസ്സിലായില്ല. രാത്രി 10 മണിക്ക് അവൻ കിടപ്പുമുറിയിലേക്ക് പോയി. പുറത്തേക്കും മഴ തുടങ്ങി. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ പതിക്കുന്ന ശബ്ദം വീട്ടിനകത്തെ നിശബ്ദതയെ കൂടുതൽ ഭീകരമാക്കി. അവൻ കണ്ണടച്ചയുഴുകെ തന്നെ ഒരു ശബ്ദം കേട്ടു. കണ്ണാ! അവൻ ഞെട്ടി എഴുന്നേറ്റു. ആരുമില്ല. ഫോൺ പരിശോധിച്ചു. നെറ്റ്വർക്ക് പോലുമില്ല. മനസ്സിന്റെ കളിയാകാം എന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു. എന്നാൽ ഈ വട്ടം ശബ്ദം കൂടുതൽ വ്യക്തമായിരുന്നു. ഇവിടെ നിന്ന് പോ, ഇപ്പോൾ തന്നെ പോ. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. വീട്ടിൽ ആരെങ്കിലും കയറിയോ എന്ന് പരിശോധിക്കാൻ അവൻ ടോർച്ചെടുത്തു. കിളപ്പുമുറിയിൽ നിന്ന് ഹാളിലേക്കിറങ്ങിയപ്പോൾ മതിലിൽ ഒരു പഴയ ചിത്രം കണ്ടു. മുമ്പ് ശ്രദ്ധിച്ചില്ല. ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത്. അവളുടെ കണ്ണുകൾ അതിശയകരമായി ജീവിച്ചിരിക്കുന്നതുപോലെ തോന്നി. ടോർച്ചിന്റെ വെളിച്ചം ചിത്രത്തിലേക്ക് വീണപ്പോൾ ഒരു നിമിഷം അവൾ ചിരിച്ചുപോലെ തോന്നി. കണ്ണൻ ടോർച്ച് താഴെ വീഴ്ത്തി. ഇത് ഭ്രാന്താണ് എന്നവൻ സ്വയം പറഞ്ഞു. അടുത്ത ദിവസം അവൻ അടുത്തുള്ള ചായക്കടയിൽ പോയി. അവിടെ ഒരു മുതിർന്നയാളുണ്ടായിരുന്നു, രാമൻ ചേട്ടൻ. ആ വീട്ടിൽ താമസിക്കാനോ? രാമൻ ചേട്ടൻ ചോദിച്ചു. അതെ. രാമൻ ചേട്ടൻ നിശബ്ദമായി നോക്കി. അവിടെ ഒരിക്കലൊരു കുടുംബം താമസിച്ചിരുന്നു. അവരുടെ മകൾ മീര. അവൾ ഒരു രാത്രി കാണാതായി. പിന്നീട് അവളെ വീട്ടിനുള്ളിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരും കൊന്നതോ? ആരും അറിയില്ല. പക്ഷെ ആ വീട്ടിൽ രാത്രിയിൽ അവളുടെ ശബ്ദം കേൾക്കാമെന്ന് പറയുന്നവരുണ്ട്. കണ്ണന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് വാങ്ങിച്ചു. അവൻ വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം മുതൽ ഒരു അസ്വസ്ഥത. അവൻ പഴയ സ്റ്റോർ റൂം തുറക്കാൻ തീരുമാനിച്ചു. ഇതുവരെ പൂട്ടിയിട്ടിരുന്നതും. വാതിൽ തുറന്നപ്പോൾ ഒരു ശക്തമായ ദുർഗന്ധം. അകത്ത് പഴയ പെട്ടികളും പൊടിപിടിച്ച സാധനങ്ങളും. പെട്ടികളിലൊന്ന് തുറന്നപ്പോൾ മീരയുടെ പേരെഴുതിയ ഒരു ഡയറി കണ്ടു. കണ്ണനത് തുറന്നു. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. അവൻ ഓരോ രാത്രിയും വരുന്നു. ഞാൻ പറയുമ്പോൾ അമ്മയും അച്ഛനും ചിരിക്കുന്നു. പക്ഷെ അവനിവിടെ തന്നെയുണ്ട്. കണ്ണന്റെ കൈകൾ വിറച്ചു. ആ രാത്രി വീണ്ടും മഴ. മധ്യരാത്രിയിൽ വീണ്ടും ശബ്ദം. എനിക്ക് സഹായിക്കൂ. ഇപ്പോൾ ശബ്ദം കിടപ്പുമുറിക്കുള്ളിൽ തന്നെയായിരുന്നു. കണ്ണൻ കണ്ണു തുറന്നു. കിടക്കയുടെ അടിയിൽ നിന്നൊരു മങ്ങിലുള്ള വെളിച്ചം. അവൻ താഴേക്ക് നോക്കി. അവിടെ മീര, വെളുത്ത വസ്ത്രത്തിൽ, നീണ്ട മുടി, മുഖം മൂടി. അവളുടെ കണ്ണുകൾ കരഞ്ഞതിന്റെ അടയാളങ്ങളോടെ. എനിക്ക് നീതിയുണ്ടാക്കൂ. അവൾ ഞെട്ടി പിന്നോട്ടു വീണു. അവൾ പതുക്കെ പറഞ്ഞു, എന്റെ മരണം അപകടമല്ല. അവൾ കൈ ഉയർത്തി മതിലിന്റെ പിന്നിലെ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അടുത്ത ദിവസം കണ്ണൻ ആ മതിൽ പൊളിച്ചു. അകത്ത് ഒരു രഹസ്യ ഇടം. അവിടെ പഴയ കത്തി, രക്തത്തിന്റെ പാടുകൾ ഇപ്പോഴും. അവൻ പോലീസിൽ വിവരമറിയിച്ചു. പഴയ കേസ് വീണ്ടും തുറന്നു. പരിശോധനയിൽ കണ്ടെത്തിയത് മീരയുടെ അച്ഛൻ തന്നെ അവളെ കൊന്നതാണ്. കാരണം അവൾ അവന്റെ രഹസ്യം കണ്ടുപിടിച്ചിരുന്നു. അവൻ പിന്നീട് ആത്മഹത്യ ചെയ്തതായും രേഖപ്പെടുത്തിയിരുന്നു. സത്യാവസ്ഥ പുറത്തുവന്നപ്പോൾ ഗ്രാമം മുഴുവൻ ഞെട്ടി. ആ രാത്രി കണ്ണൻ വീട്ടിലൊറ്റയ്ക്കിരുന്നു. വീണ്ടും ശബ്ദം. ഇത്തവണ ഭീകരമല്ല, ശാന്തമായിരുന്നു. നന്ദി. അവൻ ചിരിച്ചു. മതിലിലെ ചിത്രം നോക്കി. ഇത്തവണ മീരയുടെ മുഖത്തൊരു സമാധാന പുഞ്ചിരി. പിന്നീടൊരിക്കലും ആ വീട്ടിൽ ശബ്ദം കേട്ടില്ല. എന്നാൽ ചില രാത്രികളിൽ മഴ പെയ്യുമ്പോൾ ജനലിനരികിൽ ഒരു വെളുത്ത നിഴൽ കാണാമെന്ന് ഗ്രാമവാസികൾ പറയുന്നു. അത് ഭയപ്പെടുത്താനല്ല, സത്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആത്മാവിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രം.